ഇതര സംസ്ഥാന ഭക്തരടക്കം വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം ഉപയോഗിക്കാതെ എത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ദർശനത്തിനുള്ള ഭക്തരുടെ എണ്ണം 1,00,000 നിജപ്പെടുത്തുമെന്ന് കെ ജയകുമാർ അറിയിച്ചു. ആകെ കൂടെ 1,00,000 ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-ഉം 20-ഉം 90,000 ആളുകൾ പോട്ടെ ഒരു 10 പേരും കൂടെ അങ്ങനെ 1,00,000 ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. തീർത്ഥാടകർ സന്നിധാനത്തേക്ക് വനത്തിലൂടെയുള്ള കുറുക്കുവഴികളിലൂടെ എത്തുന്നത് പ്രതിസന്ധിയാകുന്നുണ്ടെന്ന് ADGP S. ശ്രീജിത്ത് പറഞ്ഞു. നിഷ്കർഷിച്ചിട്ടുള്ള വഴികളിലൂടെ തന്നെ തീർത്ഥാടകർ എത്തണമെന്നും ADGP നിർദ്ദേശിച്ചു. 2-3 കാര്യത്തിലുള്ള ഡിസിപ്ലിൻ ഭക്തജനങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അതൊന്ന് ഈ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. രണ്ടാമത് നമ്മൾ നിഷ്കർഷിച്ച ക്യൂവിലൂടെ തന്നെ വരിക. അവർ ഈ കാട്ടിലൂടെ പോകുന്നതുകൊണ്ട് വേറെ പല പ്രശ്നങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം വന്യജീവികളുടെ പ്രശ്നങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെയൊക്കെ സേഫ്റ്റി ഉദ്ദേശിച്ച് പിന്നെ പലയിടത്തും ചെങ്കുത്തായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കരുതണം. അതുകൊണ്ട് നമ്മൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ദർശനത്തിന് വരികയും പോവുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഉത്തമം. തിരക്കിന് കാരണം എന്താണ് എന്ന് പരിശോധിച്ചാൽ നമ്മൾ അറിയുന്ന വിവരങ്ങൾ ഇതാണ്. വൃശ്ചിക തലേന്ന് തന്നെ പമ്പയിലേക്കും എരുമേലിയിലേക്കും തീർത്ഥാടകരുടെ ഒഴുക്ക് ഉണ്ടായി. ഇതര സംസ്ഥാന ഭക്തരിലേറെ പേരും വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം ഉപയോഗിച്ചില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പതിവിലുമേറെ പേർ സ്പോട്ട് ബുക്കിംഗ് ആശ്രയിച്ചതോടെ സന്നിധാനത്ത് തിരക്കേറുകയായിരുന്നു. 1.5 ദിവസത്തിനിടെ സന്നിധാനത്തെത്തിയത് 1.5 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ്. വലിയ നമ്പറാണ്. കഴിഞ്ഞ വർഷം ആദ്യ ദിവസം വൈകിട്ട് എത്തിയത് 29,000 പേരായിരുന്നു. ഇത്തവണ എത്തിയത് 55,000 പേരാണ്. മറ്റു ദിവസങ്ങളിലെ വെർച്വൽ ക്യൂ പാസ് എടുത്തവർ പോലും എത്തുന്നത് പോലീസിനെ വലക്കുകയാണ് എന്ന് പറയുന്നു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണത്തിന് കേന്ദ്രസേന ഇല്ലാത്തതും തിരിച്ചടിയായിട്ടുണ്ട്. മണ്ഡലകാലത്തിന് മുമ്പ് NDRF, RAF സേനകളെ നിയോഗിക്കുന്ന പതിവ് കേന്ദ്ര സർക്കാർ ഇത്തവണ തെറ്റിച്ചിട്ടുണ്ട്. ഇത്തവണ അങ്ങോട്ടേക്ക് വിട്ടില്ല. തിരക്ക് വർദ്ധിച്ചിട്ടും കേന്ദ്ര സേനകളെ നിയോഗിക്കുന്നത് വൈകുകയാണ് എന്ന് നമ്മൾ അറിയുകയും കാണുകയും ചെയ്യുന്നു. കേന്ദ്ര സേനകളെ ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കത്ത് അയച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക്, പക്ഷേ വന്നിട്ടില്ല. തീർത്ഥാടനം സുഗമമാക്കാൻ നിയോഗിച്ചിരിക്കുന്നത് 3,500 പോലീസുകാരെയാണ്. പോലീസ് വിന്യാസം പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ വർഷം ആദ്യ ദിവസം ഉണ്ടായിരുന്നത് 28,000 പോലീസുകാർ ആണ്. മകരവിളക്ക് ദിവസം മുൻ വർഷങ്ങളിൽ 3,500-നും 4,000-നും ഇടയിലായിരുന്നു സേനാബലം. നേരത്തെ 2,800 തിരക്ക് നിയന്ത്രിക്കാൻ നിലയ്ക്കലിൽ തീർത്ഥാടക വാഹനങ്ങൾ ഇന്ന് തടഞ്ഞു പോലീസ്. അങ്ങനെയാണ് നിയന്ത്രിച്ചത്. തീർത്ഥാടക വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിട്ടത് ഘട്ടം ഘട്ടമായി മാത്രമാണ് നമ്മൾ കാണുന്നു. 7 അഡീഷണൽ ബൂത്തുകൾ സ്പോട്ട് ബുക്കിങ്ങിനായി നിലയ്ക്കൽ തുറന്നിട്ടുണ്ട്. 7 അഡീഷണൽ ബൂത്തുകൾ. ദർശന സമയം 1 മണിക്കൂർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് നടയടച്ചത് 2 മണിക്കാണ്. ഒരു ദിവസം 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ അവസരമുള്ളത്. 70,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങളിലൂടെ ദിവസേന 20,000 പേർക്കും ആ സമയത്ത് ബുക്ക് ചെയ്യാം. ഇത് നേരത്തെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ദൃശ്യങ്ങളിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ കുറേ നേരത്തെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ വല്ലാതെ ഭയപ്പെടേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു. ഇതിനകത്ത് അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയത് കേന്ദ്രസേന വന്നിട്ടില്ല എന്നതാണ്. നിശ്ചയമായിട്ടും അവിടേക്ക് ആളുകൾ വരുമ്പോൾ സേന വരേണ്ടതാണല്ലോ, അല്ലേ? എന്താ കാണേണ്ടത്? എങ്ങനെ കാണണം? തീർച്ചയായും ഇത്തവണ, അതായത് കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച രീതിയിൽ ഒരു മണ്ഡലകാലം പൂർത്തിയാക്കി എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയ മണ്ഡലകാലം. ഈ പറയുന്ന തിരക്കുകളുടെ പ്രശ്നങ്ങളോ ഒന്നും ആ നിലയ്ക്ക് ആളുകൾ പലരും ഈ പറഞ്ഞ പോലെ തിരക്ക് ആഗ്രഹിക്കുന്നവർ പലരും അവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എന്നിട്ട് പോലും ഒരു തിരക്ക് ഉണ്ടായില്ല. അത് വളരെ കൃത്യമായി മാനേജ് ചെയ്തു പോകാൻ കഴിഞ്ഞിരുന്നു സംവിധാനങ്ങൾക്ക് എന്നുള്ളത്. ഇത്തവണ പക്ഷേ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ്. ഏതെങ്കിലും ഒരൊറ്റ കാരണം കൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്ന്, ഈ തിരക്ക് നിയന്ത്രിക്കാൻ തീർച്ചയായും അവിടെ ഇപ്പോൾ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പറയുന്നത് ആവശ്യത്തിന് പോലീസ് ഉണ്ട് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നതെങ്കിലും ഇതിൽ കൂടുതൽ സേനാബലം ഉണ്ടായിരുന്നു നേരത്തെ എന്നുള്ളത് വാസ്തവമാണ്. കാരണം ഈ കേന്ദ്രസേനയുടെ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടാവും. അതിനനുസരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ശേഷി അവിടുത്തെ സേനയ്ക്കുണ്ടാവും. അത് ആ നിലയ്ക്കാണ് മുമ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തവണ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി സംഭവിച്ച ഒന്ന്, ഈ വൃശ്ചികത്തിൻ്റെ തലേ ദിവസം അവിടെ വന്ന കണക്ക് കഴിഞ്ഞ തവണ 30,000 പേരാണ് വൃശ്ചിക ദിവസം അവിടെ വന്ന ആളുകളുടെ എണ്ണം. ഇത്തവണ അത് 53,278 മാത്രമല്ല ഈ വൃശ്ചികം 1-ന് എത്തിയത് 98,915 പേരുമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച ആളുകൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ആദ്യഘട്ടത്തിൽ കുറേ പേർ എന്നുള്ളത്. എല്ലാ മണ്ഡലകാലത്തും ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളതാണ്. അവിടേക്ക് കയറുന്ന ആളുകൾ
ആ കണക്കാക്കുന്ന ഒരു സമയപരിധിയും കഴിഞ്ഞ് അവിടെ സന്നിധാനത്ത് തമ്പടിക്കുന്നതോടെ അവിടെ വലിയ തിരക്ക് വർദ്ധിക്കുന്നു. ഇത്തവണ അത് സംഭവിച്ചിട്ടുണ്ട് ഈ ആദ്യഘട്ടത്തിൽ. സാധാരണ നമ്മൾ വിർച്വൽ ക്യൂവിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ 70,000 പേര് വിർച്വൽ ക്യൂവിലും 20,000 പേര് അല്ലാതെ ഈ സ്പോട്ട് ബുക്കിങ്ങിലും മറ്റ് അല്ലാത്ത കുറേ ആളുകളെല്ലാം കൂടി ചേരുമ്പോൾ ഒരു 10,000 പേരും ചേർന്ന് സന്നിധാനത്ത് 1,00,000 പേർ എന്നതാണ് അതിൻ്റെ കണക്ക്. ഇത്തവണ ഈ സന്നിധാനത്ത് തുടർന്നിരിക്കുന്നത് ഇന്ന് ഉച്ച വരെയുള്ള ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ, അതായത് 18-ലെത്തിയ 44,401 പേര്, അതായത് ഈ മുകളിലേക്ക് കയറി തിരിച്ചിറങ്ങാത്തവർ നിൽക്കുമ്പോൾ തന്നെ 44,401 പേർ കൂടി അവിടെ കയറുമ്പോൾ ഇന്ന് ഉച്ച വരെ സന്നിധാനത്തേക്ക് ആകെ എത്തിച്ചേർന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം 1,96,594. അതായത് അഭൂതപൂർവമായ തിരക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതിൻ്റെ ഏതാണ്ട് ഇരട്ടിക്ക് അടുത്ത് വരുന്ന തരത്തിൽ ആളുകൾ ഈ ദിവസങ്ങൾ കൊണ്ട് അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇതിൽ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ തവണ വളരെ മികച്ച രീതിയിൽ നടന്ന ആ മണ്ഡലകാലം ഈ മിനിസ്റ്റർ തന്നെയാണ്. പക്ഷേ നേരിട്ട് മന്ത്രിക്ക് ഏകോപന ചുമതല എന്ന നിലയ്ക്കല്ലേ അതിനെ കണക്കാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ സർക്കാരിന്. കാരണം വിവിധ വകുപ്പുകളുടെ ഏകോപന ചുമതലയാണ്. ദേവസ്വം ബോർഡാണ് അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നേരിട്ട്, അല്ലെങ്കിൽ ഉത്സവമല്ല, ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ദേവസ്വം ബോർഡുമാണ്, മറ്റു പോലീസ് സേനയുമൊക്കെയാണ്. അപ്പോൾ ഈ ഏകോപനവുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ നേരത്തെ ഇപ്പോൾ ഒക്ടോബർ 28 എന്ന് തോന്നുന്നു, ഏറ്റവും അവസാനം 29 ഒക്ടോബർ 29 അവസാനത്തെ യോഗം ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ വൃശ്ചികം 1 മുമ്പ് തന്നെ പമ്പയിലും നിലയ്ക്കലും പ്രത്യേകം ഉന്നതതല യോഗം ചേർന്നിരുന്നു. മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട്. അപ്പോൾ അവിടെ പ്രധാനമായും ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം എത്തിച്ചേരേണ്ടതുണ്ട്, കളക്ടർമാർ എത്തിച്ചേരേണ്ടതുണ്ട്. അവർക്കെല്ലാം, ഈ മന്ത്രിക്ക് മാത്രമല്ല കളക്ടർമാർക്കും മന്ത്രിക്കുമെല്ലാം ഇത്തവണ പ്രശ്നമാണ്. കാരണം എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നു, തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുന്നു. പിന്നീട് യോഗം വിളിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ യോഗം വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിയമപരമായി തന്നെ ഈ മന്ത്രിക്ക് യോഗം വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള യോഗങ്ങൾ നടന്നിട്ടില്ല. ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ, ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ല, ഇങ്ങനെ പല കാരണങ്ങൾ ചേർന്ന് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ആ തിരക്ക് അവിടെ കണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ വിശദീകരിച്ചത് എങ്ങനെയാണ്? ആ തിരക്ക് സ്വാഭാവികമായി ഇവിടെ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. കാരണം താഴെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയും ആ ക്യൂവിലെ തിരക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും കുറച്ച് ആളുകളെ ഇവിടേക്ക് കടത്തിവിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചു വന്നു. പക്ഷേ എല്ലാവരും അവിടെ സന്നിധാനത്തേക്ക് എത്തുന്നവരും ഉദ്യോഗസ്ഥരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ആൾത്തിരക്ക് മൂലമുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ കേരളം പലത് കണ്ടിട്ടുണ്ട്. അതെ, ശബരിമലയിലും കണ്ടിട്ടുണ്ട്. ഇത്രയൊന്നും ആളുകൾ വേണ്ട ഒരു ദുരന്തമുണ്ടാവാൻ. ഒരു 10-500 പേരുള്ള സ്ഥലത്ത് ഒരു ദുരന്തമുണ്ടാവാം, അത്രയും പേര് മാത്രം ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അത്രയും ആൾത്തിരക്കുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ട ശ്രമങ്ങൾ, കാലയെ കൂട്ടിയുള്ള ശ്രദ്ധ, അത് തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ താഴെ ക്യൂവിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താഴെ ശരംകുത്തിയിലെയോ മറ്റു പ്രദേശങ്ങളിലെയോ ഒക്കെ പമ്പയിലെയോ ഒക്കെ തിരക്ക് കുറയ്ക്കാൻ ആളെ കടത്തി വിടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ തിരക്ക് രൂപപ്പെടുന്നു എന്നുകൂടിയുണ്ട്. ഇവിടെ കയറുന്ന ആളുകളെ കൃത്യമായി തിരിച്ചിറക്കി വിടുന്നു എന്നുള്ളത് കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ ദർശനം കഴിഞ്ഞവരെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാതെ കൃത്യമായി തിരിച്ച് താഴെ ഇറക്കുക എന്നതുകൂടി ഇതിൻ്റെ ഭാഗം തന്നെയാണ്, ഈ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ ശ്രദ്ധ അവിടെ ആവശ്യമാണ്. തീർച്ചയായും ഇത് അവിടുത്തെ പ്രശ്നങ്ങൾ മാത്രം, അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന സങ്കേതമാണ്. അവിടേക്ക് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നു. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലമായി, അതായത് ഈ യുവതീ പ്രവേശ വിവാദവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം, ആ കോടതി വിധി വന്നതിന് ശേഷം അവിടെ ഈ ഒരു ശ്രദ്ധ മാത്രമല്ല, അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രതീക്ഷിക്കുന്നവർ ധാരാളം പേര് തമ്പടിച്ചിട്ടുണ്ട്. ഇത്തരം എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് കഴിഞ്ഞ തവണത്തേതുപോലെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുള്ള ഒരു മണ്ഡലകാലമായി ഇത്തവണയും അവസാനിക്കണം എന്നാണ് പറയാനുള്ളത്. അല്ല, അത്ര തന്നെയുള്ളൂ. അതിനകത്ത് ഇപ്പോൾ നമ്മളിന്ന് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ, തിരക്ക് വന്ന കുറച്ച് നേരത്തെ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ ആളുകൾ അതിനകത്ത് തിങ്ങിഞ്ഞിറങ്ങുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് ചെറിയ കുട്ടികൾ കരയുന്നതൊക്കെ കാണാം, ചെറിയ കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കാണാം. ഇത് ശബരിമലയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകരുത് എന്നും നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അവിടേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആളുകൾ പോകുന്നത്. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് കയറി ചെന്ന് അവിടെ തിരക്കിൽ ചെന്നപ്പെടുന്ന ആളുകളുടെ ഉള്ളിൽ അവർ സ്വയം നോക്കേണ്ടതില്ല. ഒരു ദൈവസാന്നിധ്യം കൂടെ പ്രതീക്ഷിച്ചും മറ്റു ദൈവസാന്നിധ്യത്തിൻ്റെ ബലത്തിൽ കൂടിയാണ് ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരല്പം ലൂസായിരിക്കും. അത് അപകടങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ
ദർശനം നടത്തി താഴേക്ക് ഇറങ്ങാൻ പറ്റും എന്ന ഒരു അതിഭൗതിക ശക്തിയിൽ വിശ്വസിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ നടപ്പാക്കുന്ന അതിൻ്റെ മേൽത്തട്ടിലുള്ള ആളുകളാണ്, പോലീസ് ഫോഴ്സ് ആണെങ്കിലും മറ്റ് സംവിധാനങ്ങളുമാണ് അധിക ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം ഭക്തരുടെ രീതിയിൽ അങ്ങ് വന്നു പോവുകയാണ് ചെയ്യുക, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് നിശ്ചയമായിട്ടും. ഈ പറയുന്ന പോലെ ഹർഷനിപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയ പോലെ അഡീഷണൽ ആയിട്ടുള്ള ഒരു ശ്രദ്ധ കൂടെ ആവശ്യമായിട്ട് വരേണ്ടതാണ്. ഇപ്പോൾ ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് മുന്നിലേക്ക് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇന്നത്തെ തിരക്ക് തന്നിരിക്കുന്ന ഒരു ജാഗ്രത സ്വാഭാവികമായിട്ടും അധികമായിട്ട് ഈ പോലീസ് ഫോഴ്സിനെ മറ്റും നിശ്ചയിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് പോകുമായിരിക്കും. പിന്നെ ഈ കേന്ദ്രസേന വരാറാവുന്നേ ഉണ്ടാവും ഒരു പക്ഷേ കേന്ദ്രസേനയൊക്കെ ആവശ്യമാണ്. അവിടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് കേന്ദ്രസേനയൊക്കെ ആവശ്യമാണ്. അതിന് ഡിമാൻഡ് ചെയ്യേണ്ട ആളുകൾ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ആണെങ്കിൽ ആ ഡിമാൻഡ് ഒന്നുകൂടി ആവർത്തിക്കണം. അത് ഉടനടി അവിടെ എത്തുകയും വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് ഇന്നിപ്പോൾ ADGP ശ്രീജിത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അയ്യപ്പന്മാർ ഈ നിർണയിക്കപ്പെട്ട വഴിയിലൂടെ അല്ലാതെ ഈ വനത്തിലൂടെയും മറ്റു പല വഴികളിലൂടെയും ഒക്കെ അവിടെ ചേരാൻ ശ്രമിക്കുന്നുണ്ട്. ധാരാളം പേര് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നവർ പലപ്പോഴും ഈ ബാരിക്കേഡ് മുറിച്ച് അകത്ത് കിടക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ധാരാളം ആളുകൾ ഈ ബാരിക്കേഡിനുള്ളിലേക്ക്, നിലവിലുള്ള ക്യൂവിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ഞെരുക്കം ഉണ്ടാവും അവിടെ. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ അയ്യപ്പന്മാർ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും ശരിയാണ്, ആ ഭക്തിയിൽ സർവവും സമർപ്പിച്ചിട്ട് വരുന്ന അയ്യപ്പന്മാരൊക്കെയാണ്, അവർക്കിതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, അവനവനെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് അപ്പുറത്ത് അയ്യപ്പന് വേണ്ടത് അപ്പുറത്ത് കൂടെ നിൽക്കുന്നവനെക്കുറിച്ചുള്ള ആലോചന കൂടിയാണല്ലോ. അപ്പോൾ അവിടെ വന്ന് അങ്ങനെ ഒരു ഏത് വിധേനയും ദർശനം നടത്തി മടങ്ങാം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് വരുമ്പോൾ മറ്റൊരാളുടെ ജീവൻ കൂടിയാണ് അപകടത്തിലാക്കുന്നതെന്ന് അയ്യപ്പന്മാരൂടെ കരുതിയാൽ നന്നാവും. പക്ഷേ ശബരിമലയിൽ സ്വാസ്ഥ്യം നിറഞ്ഞ തീർത്ഥാടന കാലം ഉറപ്പുവരുത്തേണ്ടത് കേരളത്തിൻ്റെ ആകെ ഉത്തരവാദിത്തമാണ്. അയ്യൻ്റെ ദർശനം തേടിയെത്തുന്ന ലക്ഷക്കണക്കിന് മലയാളികളും അതിഥികളുമായ തീർത്ഥാടകരുടെ സ്വാസ്ഥ്യവും സൗകര്യവും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവിടെ ഏറ്റവും ചെറിയൊരു അസ്വാസ്ഥ്യം ഉണ്ടായാൽ പോലും അത് സുവർണാവസരമാക്കാൻ കണ്ണുനട്ട് കാത്തിരിക്കുന്ന ശക്തികൾ ഉണ്ട് എന്നതിനാൽ പ്രത്യേകിച്ചും. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി പലതരത്തിലുള്ള രാഷ്ട്രീയ ശക്തികൾ ശബരിമലയെ ആയുധമാക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടുമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം.